നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും ആഴത്തിലുള്ള മുറിവ്. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ ദുർബലമായ കാലം. 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയുള്ള 21 മാസക്കാലത്തെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ഏടായ അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അരനൂറ്റാണ്ട് തികയുകയാണ്. എന്നാൽ അന്നേറ്റ സ്വേച്ഛാധിപത്യ പരീക്ഷണത്തിന്റെ മുറിവ് ഇപ്പോഴും ചരിത്രത്തിൽ നിന്നും മാഞ്ഞിട്ടില്ല. രാജ്യചരിത്രത്തിൽ ജനാധിപത്യത്തിനേറ്റ കടുത്ത ആഘാതമായിരുന്നു അരനൂറ്റാണ്ട് മുൻപ് നടന്നത്. അതെ, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത പൗരാവകാശ ലംഘനങ്ങളായിരുന്നു ആ കാലം രാജ്യത്തിന് നൽകിയത്. ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനം വരുമ്പോഴേക്കും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഒരു വിജ്ഞാപനത്തിലൂടെ ഇന്ത്യ അതുവരെ കാണാത്തൊരു ഇന്ത്യയായി മാറിക്കഴിഞ്ഞിരുന്നു. ഭരണഘടനയുടെ 382 വകുപ്പിലെ 1-ാം ഉപവകുപ്പ് അനുസരിച്ചായിരുന്നു പ്രഖ്യാപനം. മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന 14, 21, 22 വകുപ്പുകൾ ഇല്ലാതെയായി. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊന്ന് കാണാതെയായി. തലപ്പൊക്കമുള്ളവരുൾപ്പെടെ പ്രതിപക്ഷ നേതാക്കളെല്ലാം അഴിക്കുള്ളിലായി. പൗരാവകാശം പഴങ്കഥയായി. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് വന്നു. പാർലമെന്റ് നോക്കുകുത്തിയായി. കോടതികളെ സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്തു. രാജ്യസ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാ സ്വാതന്ത്ര്യങ്ങളും അടിച്ചമർത്തുന്നത് കണ്ട് ഇന്ദിരയെന്നാൽ ഇന്ത്യയെന്ന് ആപ്പ് വിളിക്കുന്ന വെറും ആൾക്കൂട്ടം മാത്രമായി. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായി നെഹ്റുവിന്റെ മകൾ ഇന്ദിര സകല ജനാധിപത്യ മര്യാദകളും ചവിട്ടിയരച്ച ഭരണാധികാരിയായി മാറുന്നതിന് ലോകമന്ന് സാക്ഷിയാകുകയായിരുന്നു. വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും പട്ടിണിയിലും പ്രതിഷേധിച്ച് സോഷ്യലിസ്റ്റുകളും യുവാക്കളും കടുത്ത പ്രക്ഷോഭങ്ങൾ ഉയർത്തിയ കാലമായിരുന്നു അത്. രാജ് നാരായണൻ നൽകിയ 1971 കേസിൽ ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയും മത്സരിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയും വിധി വന്നു. ഇതോടെ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമായി. JP എന്ന ജയപ്രകാശ് നാരായണനായിരുന്നു സമരനായകൻ. സുപ്രീം കോടതിയിൽ VR കൃഷ്ണയ്യരുടെ ബെഞ്ച് വിധി മയപ്പെടുത്തിയെങ്കിലും ഇന്ദിര കടുത്ത നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. മകൻ സഞ്ജയ് ഗാന്ധിയുടെ പ്രേരണയും ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേയുടെ ഉപദേശവും ഇന്ത്യയെ അതിന്റെ പുതിയ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതായിരുന്നു അടിയന്തരാവസ്ഥ. സഞ്ജയ് ഗാന്ധിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ സൂപ്പർ താരം. വെറും 28 വയസ്സുള്ള ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാത്ത ആ ചെറുപ്പക്കാരൻ ജനകോടികളുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുത്തു. സംസ്ഥാനങ്ങൾക്ക് ക്വാട്ട നിർണയിച്ച് നിർബന്ധിത വന്ധ്യംകരണം, മോടി പിടിപ്പിക്കാൻ എന്ന പേരിൽ പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് ചേരുനിർമാർജനം, എതിർത്തവരെ എല്ലാവരെയും മർദ്ദിച്ചൊതുക്കി. എന്നാൽ പൊതുവിൽ ആദ്യഘട്ടത്തിൽ അനുകൂല ഭാവം കാണിച്ചവരും അധികാരധാർഷ്ട്യം കൊള്ളരുതായ്മയും കണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ തിരിയുന്നതാണ് പിന്നീട് കണ്ടത്. ഭയപ്പെടുത്തി ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ സമരമുഖങ്ങൾ തുറന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ മുഖം നാണം കെട്ടു. ഒടുവിൽ 21 മാസങ്ങൾക്ക് ശേഷം അടിയന്തരാവസ്ഥയിൽ ഇളവ് വരുത്തി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇന്ദിരയെ ഇന്ത്യക്കാർ തോൽപ്പിച്ച 1977 തിരഞ്ഞെടുപ്പ്. തുടർന്ന് കോൺഗ്രസ് വലിയ തോൽവിയേറ്റു വാങ്ങിയപ്പോൾ ചെയ്ത തെറ്റുകൾക്ക് ഇന്ദിര ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്തായാലും തന്നിഷ്ട ഭരണത്തിനും അവകാശ നിഷേധങ്ങൾക്കും ചുട്ട മറുപടി ഉണ്ടാകുമെന്ന് അരനൂറ്റാണ്ടിനും ഇപ്പുറവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അന്ന് നടന്ന അടിയന്തരാവസ്ഥ.